പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ തുടരും ചിത്രത്തിൻ്റെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട. വീഡിയോ ദീർഘമായതുകൊണ്ടാണ് ഞാൻ രണ്ടായിട്ട് ചെയ്യാം എന്ന് തന്നെ പറഞ്ഞിരുന്നത്. കാരണം പുതിയ റിലീസിങ് പുതിയ ചിത്രങ്ങൾ ഒത്തിരി ഇറങ്ങി. ദിലീഷ് കരുണാകരൻ സംവിധാനം ചെയ്ത ലവ്ലി എന്ന് പറയുന്ന ചിത്രം, 3D ചിത്രം, അതുപോലെ സംശയം, രാജേഷ് ദേവി സംവിധാനം ചെയ്ത സംശയം, വിനയ് പോർട്ടും നമ്മുടെ ഷറഫുദ്ദീനും മുഖ്യ കഥാപാത്രമായ ചിത്രം. അപ്പം അങ്ങനെ പല ചിത്രങ്ങളും റിലീസായിട്ടുണ്ട്. അതിനിടയിലാണ് ദിലീപിൻ്റെ ചിത്രം പ്രിൻസ്, പടക്കളം, ഫർക്കീട്ട് എന്ന് പറയുന്ന ചിത്രം. അങ്ങനെ എല്ലാ ചിത്രങ്ങളുടെയും കളക്ഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പം ലവ്ലി എന്ന് പറയുന്ന ചിത്രം എനിക്ക് തോന്നുന്നു തികഞ്ഞ പരാജയത്തിലേക്ക് പോകുന്ന ആ ചിത്രമായിട്ട് മാറുന്നു. ഈച്ചയാണ് പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത്. അത് എന്തോ ആൾക്കാർക്ക് അങ്ങനെ അങ്ങോട്ട് ഇതായിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം 2 ദിവസത്തെ കളക്ഷൻ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഏകദേശം 35 ലക്ഷം മാത്രമേ ഇത് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വളരെ പ്രതീക്ഷയോടെ നോക്കിക്കണ്ട ചിത്രമായിരുന്നു. പിന്നെ സംശയം എന്ന ചിത്രം എനിക്ക് തോന്നുന്നു 22 ലക്ഷം നേടി. ഈ ചിത്രവും പതുക്കെയാണ് പോകുന്നത്. ചിത്രത്തെപ്പറ്റി മികച്ച തുടക്കമല്ല തുടങ്ങിയിരിക്കുന്നതെന്ന് തോന്നുന്നു. വരും ദിവസങ്ങളിൽ മികച്ച തുടക്കം തന്നെ ഈ ചിത്രങ്ങൾ രണ്ട് നേരത്തെ എന്ന് നമുക്ക് ആശംസിക്കാം. കാരണം ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച മിക്കവാറും ചിത്രങ്ങൾക്കെല്ലാം കളക്ഷൻ കൂടുന്ന ലക്ഷണമാണ്. ഈ 2 ചിത്രങ്ങളും എന്തുമാത്രം മേക്കപ്പ് ചെയ്യും എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. പിന്നെ മറ്റൊരു ചിത്രമാണ് ദിലീപിൻ്റെ തിരിച്ചുവരവെന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ചിത്രം. മിക്കവാറും എല്ലാ കഥാപാത്രം ദാൻ ശ്രീനിവാസനും നമ്മുടെ ജോണി ആൻ്റണിയും ദിലീപും എല്ലാം കൂടെ പല ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് പ്രൊമോഷൻ്റെ ഭാഗമായി. ഇതൊക്കെ ചിരിയുണർന്ന മുഹൂർത്തങ്ങളായിരുന്നു. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ചിത്രം അത്രത്തോളം ഉണ്ടോ എന്നുള്ളതാണ് നമുക്കറിയാൻ വയ്യാത്തത്. പക്ഷേ പ്രേക്ഷകർ ഒരു പരിധിവരെ ഈ ചിത്രം സ്വീകരിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇന്നത്തെ ബുക്കിംഗ് നോക്കിയാലും മികച്ച ബുക്കിംഗ് തന്നെയാണ് കാണുന്നത്. ഏകദേശം 2790 ടിക്കറ്റ് മണിക്കൂറിൽ വിറ്റുമാറുന്ന ചിത്രമായിട്ട് പ്രിൻസ് ആൻഡ് ഫാമിലി മാറിയിട്ടുണ്ട്. ഞായറാഴ്ചത്തെ കളക്ഷൻ ബാക്കിയുള്ള ദിവസങ്ങളെ അപേക്ഷിച്ച് മികച്ച കളക്ഷൻ തന്നെ ഈ ചിത്രം പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രിൻസിൻ്റെ ഇന്നലത്തെ കളക്ഷൻ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 8-ാം ദിവസം 1,01,00,000 ഇത് കളക്ട് ചെയ്തെങ്കിൽ 9-ാം ദിവസമായപ്പോൾ 1,22,00,000 കളക്ട് ചെയ്തതായിട്ടാണ് കാണുന്നത്. അങ്ങനെ 10,41,00,000 ഈ ചിത്രം എത്തിയിരിക്കുന്നു. ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നത് 11,73,00,000. വേൾഡ് വൈഡായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 18 കോടിയെങ്കിലും പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. അങ്ങനെ ഈ ചിത്രം 12 കോടിയാണ് ചിത്രത്തിൻ്റെ മുടക്കുമുതൽ എന്ന് പറയുന്നത്. ചിലർ പറയുന്നത് 10 കോടിയെന്ന്, ചിലർ പറയുന്നത് 8 കോടിയെന്ന്. ഇത് നമുക്കറിയാമല്ലോ. ഈ കളക്ഷൻ കൂടുന്നതിനനുസരിച്ച് ചിലവർ ഈ ബഡ്ജറ്റ് കൂട്ടും. കളക്ഷൻ കുറയുന്നതിനനുസരിച്ച് ബഡ്ജറ്റ് കുറയ്ക്കുന്ന ഒരു പരമായ കാഴ്ച മലയാള ആരാധകരുടെ ഇടയിലുണ്ട്. ഓരോ നടൻ്റെ ആരാധകരുടെ ഇടയിലുണ്ട്. അതുതന്നെയാണ് ഇവിടെ പിന്തുടരുന്നതെന്ന് തോന്നുന്നു. ഏതായാലും 12 കോടിയാണ് ഇതിൻ്റെ ബഡ്ജറ്റ് എന്നാണ് നമുക്കറിയാൻ പറ്റുന്നത്. ഇതെന്തുമാത്രം കൃത്യതയുണ്ട് എന്നറിയില്ല. ഏതായാലും നിർമ്മാതാവും വിതരണക്കാരും എല്ലാം പറയുന്നത് ഈ ചിത്രം വൻ വിജയമായി മാറി എന്ന്. ആഘോഷ പരിപാടികളും തുടങ്ങിക്കഴിഞ്ഞവരല്ലേ. അപ്പം നമുക്കായിട്ടെന്തോ അവർ വിജയിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കെന്താ പ്രശ്നം അല്ലേ? നമ്മൾ വിജയിച്ചതായിട്ട് പറയുക. അല്ലാതെ ദിലീപിൻ്റെ ചിത്രം മനഃപൂർവ്വം തോപ്പിച്ചിട്ട് നമുക്കതെല്ലാം കിട്ടാനുണ്ടോ? ഇല്ല. അതൊരു വിജയ ചിത്രമായിട്ട് കണക്കാക്കുക. അവർ പറഞ്ഞു കഴിഞ്ഞു, നിർമ്മാതാവ് കാശ് മുടക്കിയ നിർമ്മാതാവ് പറഞ്ഞു എനിക്ക് ഇതൊരു വിജയ ചിത്രമാണെങ്കിൽ നമുക്കും വിജയ ചിത്രമാണ്. അങ്ങനെ ഇത് വേൾഡ് വൈഡായിട്ട് എനിക്ക് തോന്നുന്നു 18 കോടിയെങ്കിലും കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരം പുറത്തു വന്നിട്ടില്ല. മറ്റൊരു ചിത്രമാണ് പടക്കളം. ഏകദേശം ബഡ്ജറ്റ് 8 കോടി, 6 കോടി 8 കോടിയൊക്കെ പ്രതീക്ഷിക്കുന്ന ഈ ചിത്രത്തിൻ്റെ കളക്ഷൻ എനിക്ക് തോന്നുന്നു ഒരു വിജയ വഴിയിലേക്ക് തന്നെ ഇതിൻ്റെ ചിത്രം മാറുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പടക്കളത്തിൻ്റെ കളക്ഷൻ നമ്മൾ 9-ാം ദിവസം 75 ലക്ഷം നേടിയ ചിത്രം 10-ാമത്തെ ദിവസം 97 ലക്ഷത്തിലേക്ക് എത്തുന്നതാണ് കാണുന്നത്. അങ്ങനെ 7,09,00,000 ഇതിൻ്റെ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത്. ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നത് 7,95,00,000.
വേൾഡ് വൈഡായിട്ട് ഒരു 10 കോടിക്ക് മുകളിൽ ഈ ചിത്രം നേടിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് ഉറപ്പായിട്ട് തോന്നുന്നു. അങ്ങനെ ഈ ചിത്രം പടിപടിയായിട്ടുള്ള കയറ്റമാണ്. ഒരു സമയത്ത് പോലും ഈ ചിത്രത്തിൻ്റെ കളക്ഷൻ കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. 1 കോടിക്ക് താഴെയാണെങ്കിലും അത് കൃത്യമായിട്ട് മേക്കപ്പ് ചെയ്യാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഒരു ചിത്രത്തെ സംബന്ധിച്ച് ദൂര റണ്ണിങ്ങിൽ അത്യാവശ്യം വേണ്ടത്. അത് പടക്കള എന്ന ചിത്രം നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ചിത്രം വിജയ ചിത്രമായി മാറാനുള്ള സാധ്യത നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം വേൾഡ് വൈഡായിട്ട് ഒരു 10 കോടിയെങ്കിലും നേടിയ ചിത്രം വരും ദിവസങ്ങളിലും ഞായറാഴ്ചയും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കും എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇത്രയും ദിവസത്തെ ഏറ്റവും വലിയ കളക്ഷൻ നേടുന്നത് ഈ ഞായറാഴ്ച ദിവസമാണെന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ ടിക്കറ്റ് ബുക്കിംഗ് നോക്കിയിട്ട് 2290 ടിക്കറ്റ് മണിക്കൂർ വിറ്റ് മാറുന്നുണ്ട്. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഈ രണ്ടാമത്തെ ആഴ്ച പിന്നിടുമ്പോഴും പടക്കളം പോലെയുള്ള ചിത്രം ഈ വലിയ ചിത്രങ്ങളുമായിട്ടൊക്കെ ഏറ്റുമുട്ടി മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നു. പടക്കളവും ഒരു വിജയ ചിത്രമായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതുപോലെ ഒരു ചിത്രമായിരുന്നു സർക്കിട്ട്. ഏറ്റവും കൂടുതൽ പ്രേക്ഷക അഭിപ്രായം നേടിയ ഒരു ചിത്രം എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് തുടരും കഴിഞ്ഞതിന് ശേഷം സർക്കിട്ടാണെന്ന് തോന്നുന്നു. സർക്കിട്ടിന് ആ പ്രേക്ഷക അഭിപ്രായമൊന്നും തന്നെ സർക്കിട്ടിനെ കളക്ഷനിൽ യാതൊന്നും തന്നെ ബാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. താഴോട്ടാണ് ചിത്രത്തിൻ്റെ പോക്ക്. മിനിഞ്ഞാന്ന് 9 ലക്ഷം നേടിയ ചിത്രം 10ാമത്തെ ദിവസം നേടിയത് 6 ലക്ഷമാണ്. ഈ ഞായറാഴ്ചയോ ശനിയാഴ്ചയോ ഒന്നും ഇതിനൊരു പ്രശ്നമല്ല. കാരണം കളക്ഷൻ കുറയുന്ന കാര്യത്തിൽ സർക്കിട്ട് ഒരു തികഞ്ഞ പരാജയ ചിത്രമായിട്ട് ആസിഫ് അലിയുടെ കരിയറിലെ ഒരു പരാജയ ചിത്രമായിട്ട് സർക്കിട്ട് മാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഇത്രയും ചിത്രങ്ങളിലെ കളക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് പ്രിൻസും പടക്കളവും വിജയ ചിത്രങ്ങൾ ഒരു ആവറേജ് ഹിറ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യത കാണുന്നു. ബാക്കി എല്ലാ ചിത്രങ്ങളും ഒരു പരാജയത്തിൻ്റെ മണം അടിക്കുന്നുണ്ട്. സർക്കിട്ട് പരാജയപ്പെട്ടു, ബാക്കി 2 ചിത്രങ്ങൾ. അപ്പം നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ഈ അനാവശ്യമായി പല ചിത്രങ്ങളും ഒത്തിരി ഇറങ്ങുന്നുണ്ട്. ആ ചിത്രങ്ങളൊക്കെ എന്തിനിറക്കുന്നു എന്ന് ചോദിച്ചപ്പം പലരും പല രീതി കള്ളപ്പണത്തിൻ്റെയൊക്കെ പ്രശ്നം പറയുന്നത് കേട്ടു. അപ്പം ആകാതിരിക്കാം എന്ന് തോന്നുന്നു. പിന്നെ ചിലവർക്ക് ചിലപ്പോൾ ആശയുണ്ട്, ഒരു സിനിമയെങ്കിലും നിർമ്മിക്കുക എന്ന് പറഞ്ഞ് അക്കിടി ചെന്ന് ചാടുന്ന ഒത്തിരി പേരുണ്ട്. അവരൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊന്നും കാണാതല്ലല്ലോ വരുന്നത്. എത്രയോ ചിത്രങ്ങൾ, എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ 2-3 ചിത്രങ്ങൾ വെച്ചാണ് മലയാള സിനിമയിൽ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയൊക്കെ ചിത്രങ്ങളുടെ കാര്യമുണ്ടോ? പ്രേക്ഷകർ തിയേറ്ററിൽ പോയിരിക്കുമ്പം ബഡ്ജറ്റ് വലിയ ഒരു 4 കുടുംബത്തിനെന്ന് പറഞ്ഞാൽ 1000, 1500, 2000 രൂപയെങ്കിലും ഇല്ലാതെ ചിത്രം കാണാൻ പോകാൻ പറ്റില്ല. നമ്മൾ തുടരും ചിത്രം ഭയങ്കര റിലീഫായപ്പം, ഭയങ്കര ആൾ കൂടിയപ്പം പോപ്കോണിൻ്റെ വില 230 രൂപയൊക്കെ ആയ ചരിത്രം നമുക്കുണ്ട്. അപ്പം ചിത്രത്തിനേക്കാളും കൂടുതൽ വില പിള്ളേർ പോകുമ്പോഴത്തേന് പോപ്കോണും ഒക്കെ വേണം എന്നുള്ള ആവശ്യക്കാരാണ് എൻ്റെ പിള്ളേർ പൊതുവെ. അപ്പം കപ്പിൻ്റെ വലിപ്പം കൂടുന്നു, വിലയും കൂടുന്നു. ആ ലെവലിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പം ഫാമിലിയായിട്ട് പോകുമ്പം വലിയ വലിയ തുകകൾ ആവശ്യമായിട്ട് വരുന്നു. അതുകൊണ്ട് അവർ ചോയ്സ് കൃത്യമായിട്ട് ആൾക്കാർ പറയുന്ന മൗത്ത് പബ്ലിസിറ്റിയാണ് ഇപ്പോൾ ആവശ്യം. അപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ നല്ല ചിത്രം എന്ന് പറയുന്ന ചിത്രങ്ങൾ ആൾക്കാർ കയറി കാണുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. അതുകൊണ്ട് ഒത്തിരി ചിത്രങ്ങൾ വന്നിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നു. അത് വേണ്ട പോലെ പ്രൊമോട്ട് ചെയ്യുകയും ആൾക്കാരിൽ എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അത്യാവശ്യമെന്ന് തോന്നുന്നു. അതുതന്നെയാണ് തുടരും ചിത്രത്തിൻ്റെ വിജയം നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാനെത്താം. ഓക്കെ ബൈ.